ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് റിയാക്ടിന്റെ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു പ്ലേലിസ്റ്റ് ചെയ്യാൻ പോകും. സോ റിയാക്ടിന്റെ ഒരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഹൗ ടു സ്റ്റാർട്ട് റിയാക്ട് ആപ്പ്. ഓക്കെ അപ്പൊ ഇനീഷ്യൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം? അപ്പൊ ഒരു പ്രീ റിക്വസിറ്റ്സ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിൻലി വേണ്ടത്? മെയിൻലി ആകെ ഒന്നേ വേണ്ടു, നോട്ട്.js എന്ന് പറഞ്ഞൊരു എൻവയോൺമെന്റ് മാത്രം മതി. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നോട്ട്.js എന്ന് സെർച്ച് ചെയ്താൽ മതി. ആക്ച്വലി ഈ നോട്ട്.js എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റൺ ടൈം എൻവയോൺമെന്റ് ആണ് ജാവാസ്ക്രിപ്റ്റിന് വേണ്ടിയുള്ള. കാരണം ബ്രൗസറിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന ജാവാസ്ക്രിപ്റ്റ് നമുക്ക് സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം എൻവയോൺമെന്റ് ആണ് ഈ നോട്ട്.js. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ ഈ 20.10.0 LTS ആയിട്ടുള്ള ഒരു വേർഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതെ. ഇനിയിപ്പോ ഒരു റിയാക്ട് ആപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇനി റൺ ടൈം എൻവയോൺമെന്റ് ഓക്കെ. നെക്സ്റ്റ് ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ഐഡിയ വേണം. നമുക്ക് ഇവിടെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആയി VS കോഡ് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും മാക്കോ ലിനക്സ് ആയിട്ടുള്ള വേർഷന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ പ്രീ റിക്വസിറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ വന്നു, റിയാക്ട് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ടെർമിനലിൽ ഓപ്പൺ ചെയ്യാം. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റിയാക്ട് ആപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ് അറിയോ? ഇല്ല, നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ റിയാക്ട് ആപ്പ് എന്ന് പറഞ്ഞ സംഭവം അത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം കാണുന്ന കമാൻഡ് ആണ് എന്ത്? npx create react app my app. നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ടെർമിനൽ പേസ്റ്റ് ചെയ്യാം. അപ്പൊ എന്താ ഈ npx create react app? അപ്പോൾ NPX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കേജ് ആണ്. ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ റിയാക്ട് ഡോം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ റിയാക്ട് ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇതെല്ലാം കൂടി വരുന്ന രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാക്കേജ് പോലെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് NPX എന്ന് പറയുന്നത്. അപ്പൊ ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട് അവരൊരു ടെംപ്ലേറ്റ് പോലുള്ള ഒരു റിയാക്ട് ആപ്പ് നമുക്ക് ഉണ്ടാക്കി തരും. ആ ആപ്പ് റൺ ചെയ്യാൻ ആവശ്യമുള്ള പാക്കേജസ് ഒക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാൻ NPX വെച്ച് കിട്ടും. കണ്ട, റിയാക്ട് ഡോം, റിയാക്ട് സ്ക്രിപ്റ്റ് ഇതെല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ പേരാണ് മൈ ആപ്പ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യണതിന്റെ പേര്. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ മൈ ആപ്പ് ആണ് അവന്റെ പ്രോജക്റ്റിന്റെ പേര്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് തീർന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് ഇപ്പൊ ഉണ്ടായി നിൽക്കുന്നത് മൈ ആപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ റിയാക്ട് കോഴ്സിന്റെ അകത്ത് മൈ ആപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കയറാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ തന്നെ ഒരു കമാൻഡ്സ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ഡയറക്ടറി ചേഞ്ച് ചെയ്യണം. അപ്പൊ CD മൈ ആപ്പ് ആണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യാം. മൈ ആപ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ഇനി എങ്ങനെ റൺ ചെയ്യുന്നതിന് മുന്നേ ഞാനിത് VS കോഡിൽ ഓപ്പൺ ചെയ്യാം. എങ്ങനെ VS കോഡിൽ ഓപ്പൺ ചെയ്യാം? ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് കോഡ് ഡോട്ട് എന്ന് പറഞ്ഞ അടിച്ചാൽ അപ്പൊ VS കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് VS കോഡിൽ ഇത് ഓപ്പൺ ആയി വരും. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ഇത് റൺ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? എന്ത് കമാൻഡ് യൂസ് ചെയ്യാം? npm start എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യും, ഈ പറഞ്ഞ സംഭവങ്ങൾ എന്ത് ചെയ്യും, റൺ ആയി വരും. ഓക്കെ, അപ്പൊ അതാണ് ഇനീഷ്യലി നമുക്ക് എന്തുള്ള ഒരു റിയാക്ട് ആപ്പ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡെവലപ്മെന്റ് സെർവർ എന്ത് ചെയ്തേണ്ടതാണ്, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ ഹോസ്റ്റ് 3000. അപ്പൊ ബേസിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ലോക്കൽ സെർവർ പോലെ റൺ ചെയ്ത് പോർട്ട് 3000 എന്നുള്ളതിൽ റൺ ചെയ്യുക. ഡിഫോൾട്ട് ആയിട്ട് എപ്പോഴും 3000 ആണ് സിസ്റ്റം ചൂസ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള ഒരു റിയാക്ടിന്റെ ടെംപ്ലേറ്റ് ആണ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ആ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് റൺ ചെയ്യുന്നുണ്ട്, ലോഗോ ഉണ്ട്, അതേപോലെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഒരു ലിങ്ക് ഉണ്ട് റിയാക്ടിലേക്ക്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, എനിക്ക് ഇതൊക്കെ മാറ്റിയിട്ട് എനിക്കൊരു ഫ്രഷ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യാം? ആദ്യം നമ്മൾ VS കോഡിൽ ചെല്ലും. VS കോഡിൽ ചെന്നിട്ട് നമ്മുടെ SRC, നമ്മളിപ്പോൾ ഓരോ മൊഡ്യൂൾസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ പറയും. ആദ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടി SRCയിൽ പോകും. SRCയിൽ പോയിട്ട് ആദ്യം നമ്മൾ app.test.js എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ പറയും, ടെസ്റ്റ് ചെയ്യാനുള്ള ഫയൽ. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇനി റിപ്പോർട്ട് വെബ് വൈറ്റൽ എന്ന് പറഞ്ഞ് അത് നമ്മൾ കളയും.
സെറ്റപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ എന്തിനാ ഇപ്പൊ കളയുന്നേ? ഇതൊന്നും യൂസ് ഇല്ലേ? നമുക്കിപ്പോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നതല്ല. ഓക്കെ, അതൊരു സ്റ്റാൻഡേർഡിന് വെച്ചേക്കുന്നതാണ്. നമുക്കിപ്പോ പെട്ടെന്ന് ലേൺ ചെയ്യാൻ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ നല്ലത്. കളഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു എറർ വന്നു, ഇൻഡെക്സ് ഡോട്ട് ജെ എസിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അതെ, തോന്നുന്നു. അപ്പൊ ഇൻഡെക്സ് ഡോട്ട് ജെ എസിൽ ഏറ്റവും അടിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് കളയാം ആ അല്ലേ? വെബ് ഐറ്റൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ട് ചെയ്തതും അത് കളയാം. ഇമ്പോർട്ട് ചെയ്ത് കളയും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തോട്ട് നമ്മൾ കമ്പൈലർ സ്ക്രോൾ ചെയ്ത് സക്സസ്ഫുള്ളി. നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ആ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മള് ഇവരെ സി എസ് എസ് ആണ് ഇനി എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഇപ്പോഴും കണ്ടൻസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഇനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഏത് ഫയലാണ് റൺ ആവണേ? ഇൻഡെക്സ് ജെ എസ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞാൽ ഫയലാണ് വന്നത്. അപ്പൊ ഇപ്പൊ കാണുന്ന കോഡൊക്കെ എവിടെയുള്ള? അപ്പൊ ഈ ആപ്പ് ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന ആ ഇതൊരു കമ്പോണന്റ് ആണ്. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഈ ആപ്പ് എന്ന് പറഞ്ഞ കമ്പോണന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ആയിട്ടുള്ള കോഡ് കാര്യങ്ങൾ ഇവിടെ ഇമേജും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് കളഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും അടിച്ചവിടെ വരുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് ഹലോ വേൾഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഹലോ വേൾഡ് വന്നു. പക്ഷെ അത് സെന്ററിലാണ് അല്ലെ? അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യും, കാരണം ഇവര് ഓൾറെഡി ഇവർക്കൊരു CSS ഫയൽ ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള CSS ഫയൽ ഉണ്ട്. അവിടെ കുറച്ച് സ്റ്റൈലും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതേ നോക്കിക്കേ ടെക്സ്റ്റ് അലൈൻ സെന്റർ ഒക്കെ. അതുകൊണ്ടാണ് ആ ടെക്സ്റ്റ് സെന്ററിൽ അലൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഇതുപോലെ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആണ് ഉപയോഗിക്കാൻ പോണേ. നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ടെയിലർ CSS എന്ന് പറഞ്ഞിട്ട് ഒരു CSS ഫ്രെയിം വർക്ക് ആണ്. അപ്പൊ ഇത്രയും കൂടെ എളുപ്പത്തിൽ ഈസിയർ ആയിട്ട് കോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ടെയിലർ CSS. അപ്പൊ നമ്മളിൽ അത് എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ